ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പ്രോട്ടീൻ ലഡ്ഡു അല്ലെങ്കിൽ പ്രോട്ടീൻ ബോൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പേര് കേട്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ലഡ്ഡു ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ബദാമാണ്. ഞാൻ ഇവിടെ വലിയ സ്പൂണിന് 2 സ്പൂൺ ബദാമാണ് എടുത്തിരിക്കുന്നത്. ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ മാക്സിമം 1.5 ആഴ്ചത്തേക്കാണ് ഞാൻ തയ്യാറാക്കി വെക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ എടുത്തിരിക്കുന്നത്. ഇപ്പൊ കൂടുതലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 200 ഗ്രാം അളവിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുത്താൽ മതിയേ. ബദാം ഞാനിപ്പോ ഒന്ന് കഴുകിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും കേട്ടോ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പം. ഇനിയല്ല, കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. ബദാം ഒന്ന് പകുതി റോസ്റ്റ് ആയി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടും സെയിം അളവിൽ തന്നെ എടുത്താൽ മതിയാകും. രണ്ടും കൂടി ഒരുമിച്ച് റോസ്റ്റ് ചെയ്തെടുക്കരുത്. ബദാമിനാണ് കൂടുതൽ ടൈം ആവശ്യമായിട്ടുള്ളത്. ആ സമയം കൊണ്ട് അണ്ടിപ്പരിപ്പ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബദാം കുറച്ചായി കഴിഞ്ഞിട്ട് മാത്രമേ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. രണ്ടും ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് വാൾനട്ടാണ്. ഇതും മറ്റ് ഇൻഗ്രീഡിയൻസ് എടുത്ത അളവിൽ തന്നെ എടുത്താൽ മതി. വാൾനട്ടിന്റെ റോസ്റ്റിംഗ് ടൈമിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതും ഞാൻ ഇപ്പോൾ തന്നെ കഴുകിയാണ് ചേർത്തിരിക്കുന്നത്. നട്ട്സുകളെല്ലാം ഇത് തന്നെ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കയ്യിൽ മറ്റേതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. വാൾനട്ടിന് പൊതുവെ ഒരു കയ്പുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് തീർച്ചയായിട്ടും കഴിക്കും. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ് എന്നിവയാണ്. പംകിൻ സീഡും സൺഫ്ലവർ സീഡും നേരത്തെ നമ്മൾ എടുത്ത അതേ സ്പൂൺ അളവിന് 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡ് 1 സ്പൂണേ എടുത്തിട്ടുള്ളേ. ഈ സീഡ്സും നട്ട്സും ഒക്കെ ചേർക്കുമ്പോൾ അലർജി ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 വയസ്സ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവേ. നട്ട്സും സീഡ്സും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. ഒരു ദിവസം ഒരു ലഡ്ഡു എന്ന രീതിയിൽ കൊടുത്താൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ ഇതിൽ നിന്നും കിട്ടുവേ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അതുപോലെ തന്നെയാണ്. സീഡ്സ് എല്ലാം തന്നെ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. പാൻ ചൂടായി കിടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുവേ. അടുത്തതായിട്ട് വേണ്ടത് വെളുത്ത എള്ള് 1 സ്പൂൺ അളവിൽ മതി. നട്ട്സും സീഡ്സും എടുക്കുന്നതിന്റെ നേർ പകുതി മതി എള്ളും ഫ്ലാക്സ് സീഡും എടുക്കാൻ. എള്ളും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മധുരത്തിനായിട്ട് ഈന്തപ്പഴമാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഈന്തപ്പഴം എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന സീഡ്സിന്റെ അളവ് അനുസരിച്ച് 9-10 ഈന്തപ്പഴം വരെ ആകാമേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു മാറ്റി വെച്ച നട്ട്സും സീഡ്സും ചേർത്ത് കൊടുക്കാം. എള്ളൊഴികെ ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കണേ. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ചൂടൊന്ന് ആറിയതിനു ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് അരച്ച് പേസ്റ്റ് പോലെ ആക്കരുത്. നേരിയ തരിതരിപ്പോടു കൂടി വേണം പൊടിച്ചെടുക്കാൻ. റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എടുക്കുന്ന മിക്സിയുടെ ജാറിലും ഇനി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാത്രത്തിനാവട്ടെ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നർ ആവട്ടെ ഒരു തരി വെള്ളം പോലും ഉണ്ടാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവന്നു പോകും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ആവശ്യമുള്ള അളവിന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടാവരുത്. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ഈ സമയത്ത് 1 സ്പൂൺ നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ ചേർക്കുന്നില്ലേ. നട്ട്സിലെല്ലാം തന്നെ ഓയിലിന്റെ അംശം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. പിന്നെ നെയ്യ് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലിപ്പമായി പോകണ്ട. ഏകദേശം ഒരു നാരങ്ങ വലിപ്പത്തിൽ നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. എൻ്റെ മോന് കൊടുക്കാനായിട്ടാണ്. 3 വയസ്സാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഈ ബോളിലേക്ക് വറുത്ത് വെച്ച എള്ളും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ലേ. എള്ള് നമ്മൾ ഈ പൊടിച്ചെടുത്തതിൻ്റെ കൂടെ ഇട്ടൊരുമിച്ച് ഉരുട്ടിയെടുത്താലും മതിയേ. കുട്ടികൾക്കൊക്കെ ആകുമ്പോഴേ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആകുമല്ലോ. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. എള്ള് കൂട്ടത്തിലിട്ട് പൊടിക്കരുത്. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒരുമിച്ച് ഉരുട്ടിയെടുത്താലും മതി.
മാക്സിമം ഒരു 5 മിനിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കുന്നത് എന്നും ശീലമാക്കിയാൽ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെയുള്ള ന്യൂട്രിയൻസിന്റെയും പ്രോട്ടീന്റെയും ഒക്കെ കുറവ് ഒരു പരിധി വരെ നികത്താൻ സഹായിക്കും. ഒരുപാട് നാളത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇൻ കേസ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് മറക്കരുത്. 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മാക്സിമം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ ശ്രമിക്കണേ. മാക്സിമം 2 ആഴ്ച വരെ പുറത്ത് തന്നെ ഇത് കേടുകൂടാതിരിക്കും. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. മസ്റ്റ് ആയിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നട്ട്സ് കഴിക്കാത്ത കുട്ടികളെല്ലാം ഉറപ്പായിട്ടും ഇത് കഴിക്കും കേട്ടോ. നമ്മുടെ വീട്ടുകാരെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അല്ലേ. എന്നാ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്